നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന വിഷയം 2026 ജനുവരി 11 മുതൽ 17 വരെയുള്ള വാരഫലം, ആഴ്ച വാരഫലം. ഈ വാരഫലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള കൂറുകാരുടെ നക്ഷത്രഫലമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ ഈ ആഴ്ചയിലെ, ഞാൻ ഈ പറയുന്ന ആഴ്ചയിലെ ഗ്രഹങ്ങൾ രാശിയിൽ എവിടെയൊക്കെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം തന്നെ പ്രധാനപ്പെട്ട 4 ഗ്രഹങ്ങളാണ്. ഒന്ന് വേഴം. വേഴം മിഥുനൻ രാശിയിലാണ് ഈ ആഴ്ചയിൽ നിൽക്കുന്നത്. അതേപോലെ തന്നെ ശനി മീനൻ രാശിയിലാണ് നിൽക്കുന്നത്. വേഴം മിഥുനൻ രാശിയിലും ശനി മീനൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും നിൽക്കുന്നു. കേതു ചിങ്ങൻ രാശിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ 4 ഗ്രഹങ്ങളും ഓരോരോ രാശികളിലായി നിന്നുകൊണ്ട് ഈ ആഴ്ചയിൽ ഓരോ നക്ഷത്രക്കാർക്കും തരുന്ന വാരഫലമാണ്, നക്ഷത്രഫലമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ആഴ്ചയിലെ വേഴം മിഥുനക്കൂറിലും ശനി മീനക്കൂറിലും രാഹു കുംഭക്കൂറിലും കേതു ചിങ്ങക്കൂറിലും നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൂടാതെ സൂര്യൻ ജനുവരി 14 വരെ സൂര്യൻ ധനുരാശിയിലും ജനുവരി 14 ശേഷം സൂര്യൻ പിന്നെ മകരൻ രാശിയിലേക്കും സംക്രമിക്കുകയും ചെയ്യുന്ന ഒരു ആഴ്ചയാണ് ഈ സമയം. അപ്പൊ അതുകൊണ്ട് ഓരോ കൂറുകാർക്കും, ഓരോ കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും എന്തെല്ലാം അനുഭവങ്ങളാണ് ഈ ആഴ്ചയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഞാനിവിടെ ചുരുക്കി പറയാം. മേടം രാശിയിലെ നക്ഷത്രങ്ങൾ, മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. അപ്പൊ മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക, കാർത്തി. ഈ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്നത്. അപ്പൊ ഇതാണ് മേടക്കൂർ. അപ്പൊ മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക, കാർത്തി. ഇവരുടെ വേഴം 3ലാണ് നിൽക്കുന്നത്. ഇവരുടെ 3ലാണ് വേഴം നിൽക്കുന്നത്. മേടക്കൂറിന്റെ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഹോദര ഭാവം കൂടിയാണ്. അപ്പൊ 3 വേഴം നിൽക്കുന്നു മേടക്കൂറുകാരുടെ. ശനി 12 നിൽക്കുന്നു. രാഹു 11ലാണ് നിൽക്കുന്നത്. കേതു 5ലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് വേഴം 3ലും രാഹു 11ലും അനുകൂലമായാണ് നിൽക്കുന്നത്. അപ്പൊ 11ലെ രാഹുവും 3ലെ വേഴവും ഇവർക്ക് അനുകൂലമാണ് ഈ ആഴ്ച. എന്നാൽ ശനി 12ലാണ്. ശനി 12ൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആഴ്ചയായിരിക്കും ഇവരെ സംബന്ധിച്ച്. ശനിനെ കൊണ്ട് 12ലെ ശനിനെ കൊണ്ട് ഇവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലി സ്ഥലത്ത് ഉത്തരവാദിത്വം വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച്. ജോലിയിൽ ഉത്തരവാദിത്തം കൂടുന്ന ഒരു സമയം ഈ ആഴ്ച. അതുകൂടാതെ പ്രതീക്ഷിക്കാത്ത ചില ചെലവുകളും ഈ ആഴ്ച ഇവർക്ക് വന്നുകൂടുന്നതാണ്. അതോടൊപ്പം തന്നെ സഹോദര ഗുണം കിട്ടുന്ന ഒരു ആഴ്ച കൂടിയാണ് ഇവർക്ക്. ദുർച്ചെലവ് വരുന്ന ഒരു സമയമാണ്. കാരണം ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ ചെലവുകൾ കൂടുന്ന ഒരു ആഴ്ച കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. രാഹു 11ൽ വരവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ധനനേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ രാഹു 11ൽ വരവിന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അത് ഗുണകരമാണ്. വേഴം 3ലെ ഗുണകരമാണ്.
എന്നാൽ 12-ലെ ശനി ഇവർക്ക് 7:30 ശനിയുടെ സമയവും കൂടിയാണ്. അപ്പൊ 7:30 ശനിയുടെ ആ ദോഷാനുഭവത്താൽ ഇവർക്ക് ചില തടസ്സങ്ങളും ജോലി സംബന്ധമായ ചില ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ പിന്നെ ചില യാത്രാ ദുരിതങ്ങൾ ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ചയിൽ ഉണ്ടാകുന്നതാണ്, ഈ മേടക്കൂറിൽ വരുന്ന ഇവർക്ക്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊരു ഗുണവും ദോഷവുമായ സമ്മിശ്രമായ ഒരു ഫലമായിരിക്കും ഈ ആഴ്ച ഈ അശ്വതി ഭരണി കാർത്തിക കാലി ഇവർക്ക് ഉണ്ടാവുന്നത്. ഞാൻ ഈ വിഷയം ഇവിടെ പറയുന്നത് ഓരോ ഗ്രഹങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഈ കൂറുകാർക്ക് എവിടെയൊക്കെ നിൽക്കുന്നു, ആ നിൽക്കുന്നതിന്റെ ഫലം എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇനി എടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? കാർത്തിക, മുക്കാലി, രോഹിണി, മകീരം, മര. ഇത് എടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്ക് അനുകൂലമായ ഒരു സമയമാണ്. ഈ അനുകൂല സമയമുള്ളവർക്ക് അനുകൂലം തന്നെയെന്ന് പറയണം. എല്ലാവർക്കും നമുക്ക് അനുകൂലം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോ എടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച അനുകൂലമായ ഒരു സമയമാണ്. ഇവരെ സംബന്ധിച്ച് വേഴം 2-ലാണ് വരുന്നത്. അപ്പൊ മേടക്കൂറ് കഴിഞ്ഞു, ഇടവക്കൂറാണ്. അപ്പൊ ഇടവക്കൂറിന്റെ 2-ലാണ് വേഴം വരുന്നത്. 2 എന്ന് പറഞ്ഞാൽ ധനസ്ഥാനമാണ്, വേഴം എന്ന് പറഞ്ഞാൽ ധനകാരകനാണ്. അപ്പൊ വേഴം, ധനകാരകനായ വേഴം ധനസ്ഥാനത്ത് നിൽക്കുകയാണ്. ഏത്? ഈ ഇടവക്കൂറുകാരുടെ. അവർക്ക് ധനപരമായ നേട്ടം, സാമ്പത്തികമായ നേട്ടം, സാമ്പത്തിക ഇടപാടുകളിൽ പുരോഗതി, ഇതെല്ലാം ഇവർക്ക് ഈ ആഴ്ച ഉണ്ടാവുന്ന ഒരു സമയമാണ്. അതുകൂടാതെ 2 എന്ന് പറഞ്ഞാൽ ധനപരമായ കാര്യം ഭാവം മാത്രമല്ല, കുടുംബഭാവം കൂടിയാണ്. അപ്പൊ കുടുംബത്തില് സർവേശ്വര ഗ്രഹം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് നല്ല കുടുംബ സംബന്ധമായ നല്ല അനുഭവങ്ങൾ, ഗുണങ്ങൾ എല്ലാം ഉണ്ടാകുന്ന ഒരു ആഴ്ച കൂടിയാണ് ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച. ജോലിയിൽ പുരോഗതി ഉണ്ടാവുന്ന സമയമാണ്. പ്രമോഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, സ്ഥാനക്കയറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കിട്ടാനുള്ള പണം കിട്ടാൻ ഇടവരികയും ചെയ്യും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ഒരു ആഴ്ചയാണ് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ കാർത്തിക, മുക്കാലി, രോഹിണി, മകീരം, അര ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ആഴ്ച. അപ്പൊ അവരെ സംബന്ധിച്ച് അനുകൂലമായ ഒരാഴ്ചയാണ്. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മിഥുനക്കൂറാണ്. അപ്പൊ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? മകീരം, മര, തിരുവാതിര, പുണർദം, മുക്കാല്. ഇത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്ക് വേഴം സ്വന്തം രാശിയിൽ നിൽക്കുകയാണ്. കണ്ട, വേഴം സ്വന്തം രാശിയിലാണ് നിൽക്കുന്നത്. അപ്പൊ സ്വന്തം രാശിയിൽ വേഴം നിൽക്കുന്നത് കൊണ്ട് വ്യക്തിപരമായ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച്. എന്നാൽ 10-ലെ ശനി കണ്ടകസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ 10-ലെ കണ്ട 10-ലെ ശനി കണ്ട 10-ാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് 10-ലാണ് ശനി. 10 എന്ന് പറഞ്ഞ കർമ്മഭാഗമാണ്. അപ്പൊ കർമ്മഭാഗത്ത് ശനി നിൽക്കുന്നത്, അപ്പൊ ധനസ്ഥാനത്ത് വേഴം നിൽക്കുന്നത് നല്ലതാണ്. എന്നാൽ കർമ്മഭാഗത്ത് ശനി നിൽക്കുന്നത് 10 എന്ന് പറഞ്ഞാൽ കണ്ടകസ്ഥാനം കൂടിയാണ്. 4, 7, 10 കണ്ടകസ്ഥാനമാണ്. അപ്പൊ കണ്ടകസ്ഥാനത്ത് ശനി നിൽക്കുമ്പോ അതിന് കണ്ടക ശനി എന്നും കൂടി പറയും. അപ്പോ ശനി 10-ല് കർമ്മഭാഗത്ത് നിൽക്കുന്നത് ചില തടസ്സങ്ങൾ ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്നതാണ്. തൊഴിൽപരമായ ചില മാറ്റങ്ങൾ ഈ ആഴ്ച ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വരുമാനം വർദ്ധിക്കുമെങ്കിലും, കാരണം വേഴം ധനസ്ഥാനത്ത് നിൽക്കുകയാണല്ലോ, അപ്പൊ അവർക്ക് വരുമാന വർധന ഉണ്ടാവും. വരുമാന വർധന ഉണ്ടാവുമെങ്കിലും ആഡംബര കാര്യങ്ങൾക്കായി ചെലവുകൾ ചെയ്യാൻ ഇവിടെ ഇടവരികയും ചെയ്യും. അതിവർ ഈ ആഴ്ച നിയന്ത്രിക്കുന്നത് നല്ലതാണ്. ദൂരയാത്രക്കുള്ള സമയമാണ് ഇവരെ സംബന്ധിച്ച്. ഇവർ ഈ ദൂരയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ദൂരയാത്രക്കുള്ള കാര്യങ്ങൾ ഇവർക്ക് ഈ ആഴ്ച ഒത്തുവരുന്നതാണ്. അതോടൊപ്പം തന്നെ
കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധവും ഈ ആഴ്ച ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് ശനിനെ കൊണ്ടുള്ള ഒരു കർമ്മത്തിലെ ശനിനെ കൊണ്ടുള്ള ചില തടസ്സങ്ങൾ മാത്രമാണ്. എന്നാൽ വേഴത്തിനെ കൊണ്ട് ഗുണവും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയവും കൂടിയായിരിക്കും. ഇപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഗുണദോഷ സമ്മിശ്രമായി കാര്യങ്ങൾ ഈ ആഴ്ചയിൽ കടന്നു പോകുന്നതാണ്. കർക്കിടകക്കൂർ. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉണർദം, കാലി, പൂയം, ആയില്യം. അപ്പൊ ഏതാണ് കർക്കിടകക്കൂർ? ഇതാണ് കർക്കിടകക്കൂർ. ഈ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാലി, പൂയം, ആയില്യം. ഈ നക്ഷത്രങ്ങളാണ്. ഇവർക്ക് വേഴം 12 വരുന്നത്. കണ്ട, ഇവരുടെ വേഴം 12, ധനകാരകനായ വേഴം 12. 12 എന്ന് പറഞ്ഞാൽ പാപസ്ഥാനവും അതോടൊപ്പം ചെലവിന്റെ സ്ഥാനവും കൂടിയാണ്. അപ്പൊ ചെലവിന്റെ സ്ഥാനത്തും പാപസ്ഥാനത്തുമാണ് ഇവർക്ക് വേഴം വരുന്നത്. വേഴം 12. ശനി 9 നിൽക്കുന്ന സമയം. കണ്ട, ശനി 9 ശനി നിൽക്കുന്ന സമയം. അപ്പോ വേഴം 12 ശനി 9 നിൽക്കുന്നതിനാൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇവർ കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു ആഴ്ചയാണ് ഈ കർക്കിടകക്കൂറിൽ വരുന്ന പുണർദം, കാലി, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക്. ജോലി സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഇവർക്ക് ഈ ആഴ്ചയിൽ ഉണ്ടാകാവുന്നതാണ്. ജോലിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. കർമ്മഭാഗത്ത് ചില തടസ്സങ്ങൾ ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും. അതുകൂടാതെ സഹപ്രവർത്തകരുമായി ചില തർക്കങ്ങളും ശനി 9 അപ്പൊ തർക്കങ്ങളും അതേപോലെ തന്നെ പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നവർ അല്ലെങ്കിൽ പിതാവ് തന്നെയാണെങ്കിലും പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നവരുമായോ അല്ലെങ്കിൽ പിതാവുമായോ തർക്കങ്ങളും അഭിപ്രായ ഭിന്നതകളും ഈ ആഴ്ച ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. വരവിനേക്കാൾ ചെലവ് കൂടുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. എന്നാൽ ഇവർക്ക് വിദേശത്ത് പോകാൻ നല്ല സമയമാണ്. പിതാവിന്റെ ഈ പൂർവികരായിട്ട് ഏതെങ്കിലും വിധത്തിൽ, അതായത് അച്ഛൻ നിന്നോ അല്ലെങ്കിൽ അതേപോലെ തന്നെ പിതാവിന്റെ പൂർവികരിൽ നിന്നോ എന്തെങ്കിലും കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ ആ കിട്ടാനുള്ള കാര്യത്തിനായി ചില തടസ്സങ്ങളും തർക്കങ്ങളും ഈ ആഴ്ച ഇവർക്ക് ഉണ്ടാവുന്നതാണ്. അപ്പൊ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച അത്ര ഗുണകരമല്ല എന്ന് തന്നെ പറയണം. ചിങ്ങക്കൂർ. ചിങ്ങക്കൂർ ഏതാണ്? ഇതാണ് ചിങ്ങക്കൂർ. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം, കാതി. ഇതാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ച് കേതു ജന്മരാശിയിലാണ് നിൽക്കുന്നത്. ഇതാണല്ല, ഇവിടെ കേതു നിൽക്കുന്നത്. ശിഖി എന്ന് പറയുന്ന കേതുവാണ്. കേതു ജന്മരാശിയിലാണ്, ഇവരുടെ സ്വന്തം രാശിയിൽ നിൽക്കുന്നത്, സൂര്യന്റെ രാശിയിൽ നിൽക്കുന്നത്. അപ്പൊ കേതു ജന്മരാശിയിൽ നിൽക്കുന്നത് അത്ര ഗുണകരമല്ല. അതോടൊപ്പം ശനി അഷ്ടമരാശിയിലും നിൽക്കുകയാണ്. നോക്കൂ, ശനി അഷ്ടമരാശിയിലാണ് നിൽക്കുന്നത്. 1, 2, 3, 4, 5, 6, 7, 8 ശനി അഷ്ടമരാശിയിൽ നിൽക്കുന്നു. അതും അത്ര നല്ലതല്ല ചെയ്യുന്ന കാര്യങ്ങളിൽ. പിന്നെ അതുകൂടാതെ രാഹു 7 നിൽക്കുന്നത്. കണ്ട, 1, 2, 3, 4, 5, 6, 7 രാഹു നിൽക്കുന്നത്. അപ്പോ 7 രാഹുവും അഷ്ടമത്തിലെ ശനിയും അതേപോലെ തന്നെ മറ്റ് ജന്മരാശിയിൽ കേതുവും നിൽക്കുന്നത് കൊണ്ട് പിന്നെ വേഴം ഇവർക്ക് 11 നിൽക്കുന്നത് ഗുണകരമാണ്. 11 വേഴം ധനസ്ഥാനത്ത് വേഴം നിൽക്കുന്നത് ഇവർക്ക് ഗുണകരവുമാണ്. എന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവർക്ക് ഈ ആഴ്ച സമ്മിശ്രമായ, അതായത് ഗുണവും ദോഷവും ഇടകലർന്നു വരുന്ന ഒരു ആഴ്ചയാണ്. വേടത്തിനെ കൊണ്ട് ഗുണവും മറ്റ്
ശനിനെ കൊണ്ടാണെങ്കിലും രാഹുവിനെ കൊണ്ടാണെങ്കിലും കേതുവിനെ കൊണ്ടാണെങ്കിലും അത്ര ഗുണകരമല്ല. അപ്പൊ ഒരു ഗ്രഹം മാത്രം ഇവർക്ക് നല്ല ഭാവത്തിൽ നിൽക്കണേ, അതായത് വേടഗ്രഹം. വേടഗ്രഹം സർവേശ്വര ഗ്രഹമാണ്. സർവേശ്വര ഗ്രഹം വേടം കനിഞ്ഞാൽ എല്ലാവരും കഴിഞ്ഞു, വേടം പ്രസാദിച്ചാൽ എല്ലാ ഗ്രഹങ്ങളും പ്രസാദിക്കും എന്നാണ് ഒരു ജ്യോതിഷ സംബന്ധമായി നമുക്ക് പറയാവുന്നത്. അപ്പോൾ ഈ നക്ഷത്രത്തിൽ, ഈ മകം പൂരം ഉത്രംകാലി നക്ഷത്രത്തിൽ, ചിങ്ങക്കൂറിൽ വരുന്ന ഈ നക്ഷത്രത്തിന്റെ കാര്യങ്ങൾ ഈ ആഴ്ച സമ്മിശ്രമായാണ് ഇവർക്കുണ്ടാകുന്നത്. ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ജോലിയിൽ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 11 വേഴം ആ തർക്കങ്ങൾ ഒത്തുതീർപ്പാക്കാൻ ഈ വേഴത്തിനെ കൊണ്ട് കഴിയുന്നതാണ്. അപ്പൊ അനുകൂലമായ സ്ഥിതിയിൽ വേഴം നിൽക്കുന്നതിന്റെ പേരിൽ പല തടസ്സങ്ങളും ഈ ആഴ്ച ഇവർക്ക് മാറിക്കിട്ടുന്നതാണ്. ഉദരസംബന്ധമായ ചില അസുഖങ്ങളും അതുകൂടാതെ സന്ധിവേദനയും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ആഴ്ചയിൽ. ഇപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ ചിങ്ങം രാശിക്കാർക്ക് ഗുണദോഷ വേഴത്തിനെ കൊണ്ടുള്ള ഗുണം മാത്രമേ ഉള്ളൂ. ബാക്കി മറ്റ് ഗ്രഹങ്ങളെ കൊണ്ട് അത്ര ഗുണകരമല്ല കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് സമ്മിശ്രമായാണ് ഇവർക്ക് ഈ ആഴ്ച കടന്നു പോകുന്നത്. ഇനി കന്നിരാശിയാണ്. കന്നിരാശി ഇതാണ് കന്നിരാശി. ഈ കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, അര. ഇത് കന്നി രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്ക് ഈ ആഴ്ച മികച്ച ഫലം കിട്ടുന്ന ആഴ്ചയാണ്, അതായത് നല്ല ഫലം കിട്ടുന്ന ഒരാഴ്ചയാണ്. കാരണം ഇവരുടെ 10 കർമ്മഭാഗത്ത് വേഴം നിൽപ്പുണ്ട്. അത് നല്ലതാണ്. കർമ്മത്തിലെ വേഴം നല്ല ഗുണം ചെയ്യും. പ്രവൃത്തിപരമായ കാര്യങ്ങൾ ഇവർക്ക് നടന്നു കിട്ടും. ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ തടസ്സങ്ങൾ ഇവർക്ക് മാറിക്കിട്ടുന്ന ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. അപ്പൊ ഇവരെ സംബന്ധിച്ച് 7 ശനിയും 10 വേഴവും 6 രാഹുവും ഇവർക്ക് അനുകൂലമായാണ് വരുന്നത്. 7 ശനി അല്പം ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവർക്ക് ഈ 7 ശനിയും 10 വേഴവും 6 രാഹുവും ഇവർക്ക് ഗുണം ചെയ്യും. രാഹു 6ലാണ്. 1, 2, 3, 4, 5, 6. അത് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് രാഹു 6ലാണ് വരുന്നത്. അപ്പൊ ഇവരെ ചിങ്ങക്കൂറല്ല, കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 6ലാണ്. ചിങ്ങക്കൂറ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കന്നിക്കൂറ് തുടങ്ങിയത്. അപ്പൊ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 6 രാഹു അവർക്ക് ഗുണം ചെയ്യുന്നതാണ്. അതുകൂടാതെ പുതിയ തൊഴിൽ സംരംഭവുമായി മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു ആഴ്ചയാണ് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച. ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാവും. കാരണം 10 കർമ്മഭാഗത്ത് വേടമില്ലേ, ധനകാരകനായ വേടം കർമ്മത്തിൽ നിൽക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് സാമ്പത്തികമായി ഗുണം കിട്ടുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും. കടങ്ങളുണ്ടെങ്കിൽ അത് വീട്ടാനുള്ള അവസരം ഇവർക്ക് ഈ ആഴ്ചയിൽ വന്നു ചേരുന്നതാണ്. 7 ശനി ഭാര്യയുടെ ആരോഗ്യ സംബന്ധമായി ഭാര്യക്ക് ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മംഗളകരമായ ചില കാര്യങ്ങളിൽ ഇവർക്ക് പങ്കെടുക്കാനും ഈ ആഴ്ച അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഈ കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർ. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാൽ. ഇതാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാൽ. ഇവർക്ക് ഈ ആഴ്ച ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരാഴ്ചയാണ്. അതിന് കാരണമുണ്ട്. കാരണം വേഴം 9ലാണ് ഇവർക്ക് നിൽക്കുന്നത്. 9 എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനവും. അപ്പൊ ഭാഗ്യസ്ഥാനത്ത് ഇവർക്ക്
ഭാഗ്യസ്ഥാനത്ത് വേടം നിൽക്കുന്നതിനാൽ ഭാഗ്യാനുഭവങ്ങൾ കിട്ടാവുന്ന ഒരാഴ്ചയാണ് ഈ തുലാം രാശിക്കാരായ ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാലി ഈ നക്ഷത്രക്കാർക്ക്. ഇവർക്ക് മേലുദ്യോഗസ്ഥരുടെ പ്രശംസ കിട്ടാൻ ഈ ആഴ്ച വരുന്നതാണ്. വേഴം ഭാഗ്യസ്ഥാനത്ത് 9-ൽ നിൽക്കുന്നത് ധനപരമായ ഭാഗ്യാനുഭവങ്ങൾ ഈ ആഴ്ച ഇവർക്കുണ്ടാവുന്നതാണ്. ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ ലാഭം കിട്ടുന്ന ഒരു ആഴ്ചയായിരിക്കും ഇവർക്ക്. ബിസിനസ്സിൽ ലാഭം ഉണ്ടാവും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായിട്ട് ഇവർക്ക് നല്ല സ്ഥിതിവിശേഷം ഉണ്ടാവും ഈ ആഴ്ചയിൽ. അപ്പൊ മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക ഒരു കാര്യങ്ങളായിരിക്കും ഇവർക്ക് ഈ ആഴ്ചയിൽ നടക്കുന്നത്. പഴകിയ രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനമുണ്ടാകുന്ന ഒരു ആഴ്ച കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. പിതാവിനും പിതൃസ്ഥാനീയരായവർക്കും, അതായത് പിതാവിനെ പോലെ കാണുന്ന ആൾക്കാർക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ആഴ്ചയാണ്. അതുകൂടാതെ ദീർഘയാത്രക്ക് അവസരം കിട്ടുന്ന ഒരു ആഴ്ചയാണ് ഇവർക്ക്. അപ്പോ മൊത്തത്തിൽ നോക്കുമ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച ഭാഗ്യാനുഭവങ്ങളും ധനപരമായ നേട്ടങ്ങളും ബിസിനസ് ലാഭങ്ങളും രോഗത്തിന് ശമനവും അതുകൂടാതെ പിതാവിൽ നിന്നോ അല്ലെങ്കിൽ പിതാവിന്റെ സ്ഥാനീയരായ, അതായത് അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാര്, പിതൃസ്ഥാനീയർ, അവരിൽ നിന്നോ പിതാവിൽ നിന്നോ ഒക്കെ ഇവർക്ക് നല്ല അനുഭവങ്ങൾ കിട്ടാനും അവരിൽ നിന്നും നല്ല ഒരു അവസ്ഥ, അതായത് സാമ്പത്തികമായ നല്ലൊരു അവസ്ഥ അല്ലെങ്കിൽ ഭാഗ്യപരമായ നല്ലൊരു അവസ്ഥ ഇവർക്ക് ഈ ആഴ്ച കിട്ടാൻ പറ്റുന്ന ഒരു ആഴ്ചയായിരിക്കും. ദീർഘയാത്ര പോകാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ഇവർക്ക് ഈ ആഴ്ച ഇടവരുന്നതാണ്. ഇനി വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട. ഇതാണ് വൃശ്ചികക്കൂർ. അപ്പൊ വൃശ്ചികക്കൂർ ഏതാണ്? ഇതാണ് വൃശ്ചികക്കൂർ. ഇപ്പൊ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട. ഇവർക്ക് ഈ ആഴ്ച കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരാവുന്ന ഒരു ആഴ്ചയാണ്. കാരണം വേഴം അഷ്ടമത്തിലാണ് ഇവർക്ക് നിൽക്കുന്നത്. വേഴം അഷ്ടമത്തിൽ, അതായത് അഷ്ടമം എന്ന് പറഞ്ഞാൽ 8, 1, 2, 3, 4, 5, 6, 7, 8. വേഴം അഷ്ടമത്തിൽ നിൽക്കുന്നു. അഷ്ടമത്തില് അതായത് സർവേശ്വരകാരകനായ വേഴം അഷ്ടമം അത്ര നല്ല സ്ഥാനമല്ല. അപ്പൊ അഷ്ടമത്തിൽ വേഴം നിൽക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച അത്ര ഗുണകരമല്ല. അതുകൂടാതെ ശനി 5-ൽ നിൽക്കുന്നതും നല്ലതല്ല. ശനി 5-ലാണ് ഇവരെ സംബന്ധിച്ച്. ദലക്കൂറ് 1, 2, 3, 4, 5. 5-ൽ ശനി നിൽക്കുന്നതും ഇവരെ സംബന്ധിച്ച് കാര്യ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ആഴ്ചയാണ്. അമിതമായ ജോലിഭാരം ഇവർക്ക് ഉണ്ടാവും ഈ ആഴ്ച. യാത്രാ ക്ലേശങ്ങൾ ഉണ്ടാവും. യാത്ര പോകുന്നവരാണെങ്കിൽ ഇവർക്ക് യാത്രയിൽ ക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരുടെ സഹകരണം കിട്ടിയില്ല എന്ന് വരും ഇവരെ സംബന്ധിച്ച്. സഹപ്രവർത്തകരുമായിട്ട് ചിലപ്പോ നല്ലൊരു ബന്ധം ഈ ആഴ്ച ഇവർക്ക് ഉണ്ടായെന്ന് വരില്ല. മനക്ലേശങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. പണമിടപാടുകൾ സൂക്ഷിച്ച് നടത്തിയില്ലെങ്കിൽ ദോഷാനുഭവങ്ങളും ഉണ്ടാകും. കാരണം വേഴം, ധനകാരകനായ വേഴം അഷ്ടമത്തിലല്ല നിൽക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് പണമിടപാടുകളിൽ ദോഷം വരാനും സാധ്യതയുണ്ട്. പണമിടപാടുകൾ നടത്തുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച അത്ര ഗുണകരമല്ല കാര്യങ്ങൾ. ഇനി ധനു രാശി, ധനുക്കൂർ. അപ്പൊ ധനുക്കൂർ ഏതാണ്? ഇതാണ് ധനുക്കൂർ. ഇവരെ സംബന്ധിച്ച് അപ്പൊ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതാണ്? മൂലം, പൂരാടം, ഉത്രാടം, കാലി. ഇത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്ക് ഈ ആഴ്ച
അനുകൂലവും സന്തോഷപ്രദവുമായ ഒരു സമയമായിരിക്കും. കാരണം 7-ലാണ് കേന്ദ്രസ്ഥാനം. 7 എന്ന് പറഞ്ഞാൽ കേന്ദ്രസ്ഥാനം. അപ്പൊ കേന്ദ്രസ്ഥാനത്താണ് വേഴം നിൽക്കുന്നത്. നല്ലതാണ്. കാരണം ചന്ദ്ര കേന്ദ്രത്തിലാണ് വേഴം നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് അനുകൂലമായ ഒരു ആഴ്ചയാണ് ഇവർക്ക്. വേഴം 7-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അത് ഗുണകരമാണ്. ദാമ്പത്യ ഐക്യമുണ്ടാവും. കുടുംബ സംബന്ധമായി ജീവിത പങ്കാളിയുമായി ഒക്കെ വളരെ നല്ല വിധത്തില് കുടുംബാന്തരീക്ഷം മുന്നോട്ട് പോകുന്ന ഒരു ആഴ്ചയാണ് ഈ ആഴ്ച. യാത്രാ സംബന്ധമായ ഗുണം ഉണ്ടാകുന്ന ആഴ്ചയാണ്. 7 യാത്രയുടെ ഭാവം കൂടിയാണ്. അപ്പോ യാത്ര സംബന്ധമായ നല്ല അനുഭവങ്ങൾ, യാത്ര പോകേണ്ടി വന്നാൽ ആ യാത്രാ സംബന്ധമായി ഇവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ്. അതുകൂടാതെ സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. സാമ്പത്തിക ധനകാരകനായ വേഴമല്ലേ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ചന്ദ്രകേന്ദ്രത്തിൽ വേഴം നിൽക്കുമ്പോൾ ഗജകേസരി യോഗം എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഈ ആഴ്ച സാമ്പത്തികമായി നല്ല വിധത്തിൽ കാര്യങ്ങൾ നടക്കുന്ന ഒരു ആഴ്ചയാണ്. തൊഴിൽപരമായി നേട്ടങ്ങളും ഇവർക്ക് ഉണ്ടാകുകയും ചെയ്യും. അതുകൂടാതെ 4-ലെ ശനി കണ്ടകസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ചില ബുദ്ധിമുട്ടുകളും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 4-ലെ ശനിയാണ്. കണ്ട, ധനക്കൂറുകാരെ സംബന്ധിച്ച് 4, 1, 2, 3, 4-ലാണ് ശനി നിൽക്കുന്നത്. അപ്പൊ 4 എന്ന് പറഞ്ഞാൽ കുടുംബമാണ്. അപ്പൊ കുടുംബ സംബന്ധമായ ചില തർക്കങ്ങളും ഇവർക്ക് ഉണ്ടാകുമെങ്കിലും ചന്ദ്രകേന്ദ്രത്തിൽ വേഴം നിൽക്കുന്നതിനാൽ തീർച്ചയായിട്ടും ഇതിനെ മറികടക്കാൻ വേഴം പ്രസാദിച്ചാൽ നടക്കുന്നതാണ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ മൊത്തത്തില് ഈ ധനിക്കൂറുകാരെ സംബന്ധിച്ച് നല്ല ഒരു ആഴ്ച തന്നെയായിരിക്കും ഈ ആഴ്ച. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, മര. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, മര. ഇതാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രം. ഇതാണ് മകരക്കൂർ. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഈ പറയുന്നത്. ഇവർക്ക് സമ്മിശ്രമായ ഫലമാണ് ഈ ആഴ്ച ഉണ്ടാകുന്നത്. അതായത് ഗുണവും ദോഷവും ഇവർക്ക് ഈ ആഴ്ചയിൽ വരും. കാരണം വേഴം 6-ലാണ് ഇവർക്ക് നിൽക്കുന്നത്. മനസ്സിലായ? ശത്രുസ്ഥാനത്താണ് വേഴം നിൽക്കുന്നത്. 6 ശത്രുസ്ഥാനവും രോഗത്തിന്റെ സ്ഥാനവും. വേഴം കഫസംബന്ധമായ അസുഖം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ അവരെ സംബന്ധിച്ച് അത്ര ഗുണകരമല്ല. എന്നാൽ ചില ഭാഗ്യാനുഭവങ്ങൾ, ചില കാര്യനേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും ഈ ആഴ്ചയിൽ. വേഴം 6-ൽ നിൽക്കുന്നതിനാൽ കഫസംബന്ധമായ അസുഖം ഉണ്ടാവും, ചില തടസ്സങ്ങൾ ഉണ്ടാവും. എന്നാൽ 3-ലെ ശനി പല പ്രതിസന്ധികളിൽ നിന്നും ഇവർക്ക് കരകയറാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. കാരണം ശനി 3-ലാണ് നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പൊ 3-ലെ ശനി ഇവർക്ക് ഗുണം ചെയ്യും. 3, 6, 11-ൽ നിൽക്കുന്ന പാപഗ്രഹങ്ങൾ. അപ്പൊ അത് ശനി, അതിലൊന്നാണ് ശനി. അപ്പൊ ശനി ഇവർക്ക് ഗുണം ചെയ്യുന്ന ഒരു ആഴ്ചയാണ്. അപ്പോ വേഴത്തിനെ കൊണ്ട് ഗുണമില്ലെങ്കിൽ ശനി ഗുണം തരാൻ ഇവർക്ക് തയ്യാറാണ്. അപ്പൊ 3-ലെ ശനി പല പ്രതിസന്ധികളിൽ നിന്നും ഇവർക്ക് മോചനം കൊടുക്കുകയും കുടുംബത്തിൽ ചില തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയും കാണുന്നുണ്ട് ഇവരെ സംബന്ധിച്ച്. അതായത് 2 കുടുംബമാണ് 2-ാം ഭാവം. അപ്പൊ 2-ാം ഭാവത്തിൽ ആരാണ്? രാഹുവാണ് നിൽക്കുന്നത്, സർപ്പമാണ് നിൽക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ 2-ാം ഭാവത്തിലെ രാഹുവിനെ കൊണ്ട് കുടുംബത്തിൽ ചില തർക്കങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ ധൈര്യവും ആത്മവിശ്വാസവും കൊണ്ട് പ്രതിസന്ധികളെ ഇവർക്ക് മറികടക്കാനും ഈ ആഴ്ച ഇവർക്ക് അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. അപ്പൊ മകരക്കൂറുകാരെ സംബന്ധിച്ച് ഇവർക്ക് സമ്മിശ്രമായ ഒരു ആഴ്ചയായിരിക്കും. അതായത് സമ്മിശ്രം എന്ന് പറഞ്ഞാൽ ഗുണവും ദോഷവും കിട്ടുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. ഇനി കുംഭക്കൂറ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ കുംഭക്കൂറിൽ നിൽക്കുന്ന ഗ്രഹം ഏതാണ്? കുംഭക്കൂറിൽ
രാഹുവാണ് നിൽക്കുന്നത്. അപ്പൊ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? അവിട്ടം, മര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്ക് സമ്മിശ്രമായ ആഴ്ചയാണ്. ആ സമ്മിശ്രം എന്ന് പറഞ്ഞാൽ ഗുണവും ദോഷവും ആയ ആഴ്ചയാണ്. രാഹു ജന്മരാശിയിലും ഉണ്ട്. രാഹു നിൽക്കുന്നത് ഈ കുംഭൻ രാശിയിലാണ്. അപ്പൊ ജന്മരാശിയിലാണ്. അപ്പൊ രാഹു ജന്മരാശിയിലും വേഴം 5-ാം ഭാവത്തിലും, വേഴം നിൽക്കുന്നത് 5-ലാണ്. 1, 2, 3, 4, 5-ലാണ് വേഴം നിൽക്കുന്നത്. വേഴം 5-ാം ഭാവത്തിലും 2-ൽ ശനിയും, 2-ൽ ശനിയും, 2-ലെ ശനി എന്ന് പറഞ്ഞാൽ 7-ര ശനിയാണ്. അപ്പൊ 7-ര ശനിയും നിൽക്കുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. അപ്പൊ 5-ലെ വേഴം ബുദ്ധിപരമായ ചില നീക്കങ്ങൾക്ക് ഇവർക്ക് സാധ്യത കൊടുക്കുന്നതാണ്. 5-ലെ വേഴം ആത്മധൈര്യം കൊടുക്കുന്ന വേഴം ആത്മകാരകൻ കൂടിയാണ്. അപ്പൊ ആത്മകാരകനായ വേഴം 5-ൽ നിന്നുകൊണ്ട് ഇവർക്ക് ഒരു ആത്മവിശ്വാസം, ചെയ്യുന്ന പ്രവർത്തികളിൽ ഒരു ആത്മവിശ്വാസം കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ആഴ്ച ഇവർക്ക് സമ്മിശ്രമായ ഫലം എന്ന് പറയുന്നത്. ചില ദുർച്ചെലവുകളും ഇവർക്ക് വന്നു ചേരുന്നതാണ്. 7-ര ശനിയുടെ സമയമല്ലേ. അതുപോലെ രാഹു ജന്മത്തിലാണ്, ശനി 2-ലാണ്. അപ്പൊ അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് 2 എന്ന് പറഞ്ഞാൽ ധനസ്ഥാനമാണ്. അപ്പൊ ധനസ്ഥാനത്ത് പണസംബന്ധമായ, ധനസ്ഥാനത്ത് ശനി നിൽക്കുന്നതിനാൽ പണസംബന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ഈ ആഴ്ച. പണം കടം കൊടുത്താൽ ചിലപ്പോൾ കിട്ടിയെന്നും വരികയില്ല. സന്താനങ്ങളുടെ സന്തോഷ വാർത്ത കേൾക്കാനും ഇടവരും. ഇവർക്ക് വേഴം 5-ലാണ് നിൽക്കുന്നത്. 5 എന്ന് പറഞ്ഞാൽ സന്താനഭാവം. അപ്പൊ സന്താനഭാവത്ത് വേഴം നിൽക്കുമ്പോൾ സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളും സന്താനങ്ങളിലൂടെ സന്തോഷ വാർത്ത കേൾക്കാനും ഒക്കെ ഈ ആഴ്ച ഇവർക്ക് കഴിയുന്നതാണ്. അപ്പൊ ഇവർക്ക് ചില ദോഷങ്ങളും അതോടൊപ്പം ഗുണങ്ങളും ഉണ്ടാകുന്ന ഒരാഴ്ചയാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. ഈ മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി. ഇതാണ് മീനക്കൂർ. നമ്മൾ മേടം മുതലാണ് തുടങ്ങിയത്. അവസാനം മീനക്കൂറിൽ വന്ന് നിൽക്കണേ. മീനക്കൂറിൽ നിൽക്കുന്ന, അപ്പൊ മീനക്കൂറിൽ ആരാണ്? ശനി ജന്മരാശിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ജന്മരാശിയിൽ ശനി നിൽക്കുമ്പോൾ തന്നെ ജന്മശനി എന്ന് പറയും. കാരണം അതോടൊപ്പം 7-ര ശനി കൂടിയാണ് ഇവർക്ക്. അപ്പൊ ജന്മരാശിയിൽ ശനി നിൽക്കുമ്പോൾ ജന്മശനിയും അതോടൊപ്പം 7-ര ശനിയും കൂടി കടന്നു പോകുന്ന ഒരു സമയമാണ്. അതുകൂടാതെ 4-ൽ വേഴം നിൽക്കുന്നു. ഇവരുടെ 4-ൽ 1, 2, 3, 4-ൽ ധനകാരകനായ വേഴം 4-ൽ കേന്ദ്രസ്ഥാനത്ത്, 4, 7, 10 കേന്ദ്രസ്ഥാനം. അപ്പൊ കേന്ദ്രസ്ഥാനത്ത് വേഴം നിൽക്കുന്നതിനാൽ ഈ ശനിയുടെ ദോഷങ്ങൾ ഈ വേഴം, ധനകാരകനായ വേഴം അത് ഇല്ലായ്മ ചെയ്യും. അപ്പൊ 4-ലെ വേഴവും 12-ലെ അതോടൊപ്പം 12-ൽ രാഹു നിൽക്കുന്നു. ഇത് 12ആണ്. അപ്പൊ 12-ൽ രാഹു നിൽക്കുന്നു. 12 എന്ന് പറയുമ്പോ ഇവിടുന്ന് എണ്ണുമ്പോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12-ൽ വേഴം. അപ്പൊ 12-ലെ വേഴം എന്ന് പറഞ്ഞാൽ പാവം. 12 എന്ന് പറഞ്ഞാൽ പാപസ്ഥാനവും അതേപോലെ ദുരിതത്തിന്റെ സ്ഥാനവും കൂടിയാണ്. അവിടെയാണ് ഈ രാഹു നിൽക്കുന്നത്. 12-ൽ രാഹു 12-ലും വേഴം ഇവരെ സംബന്ധിച്ച് കേന്ദ്രസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച് ശനിനെ കൊണ്ടും അതോടൊപ്പം തന്നെ രാഹുവിനെ കൊണ്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ തന്നെയും 4-ലെ വേഴം ഇവർക്ക് ഗുണപരമായ കാര്യങ്ങൾ നടത്തിക്കൊടുക്കുന്ന ഒരു ആഴ്ച ആണ്. എന്നാൽ അതോടൊപ്പം ചില കാര്യങ്ങൾ ഇവർ വിചാരിച്ചതുപോലെ നടക്കാൻ സാധ്യതയില്ല. ജോലി ഭാരം കൂടുന്ന ഒരു സമയമാണ് ഇവർക്ക്. മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നും മോശം അനുഭവങ്ങളും ഇവർക്കുണ്ടാകും. സംസാരങ്ങളിൽ മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രതീക്ഷിക്കാത്ത ചില യാത്രകൾ ഇവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും.
വീട് സംബന്ധമായി അറ്റകുറ്റപ്പണികൾ ചെയ്യാനും ഇവർക്ക് അവസരം വന്നു ചേരുന്നതാണ്. അപ്പൊ മറ്റ് ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും 4-ലെ വേഴം ഇവർക്ക് ഗുണകരമായ അവസ്ഥ ഉണ്ടാക്കും. മീനക്കൂറുകാരെ സംബന്ധിച്ച് കുറച്ച് ദോഷവും കുറച്ച് ഗുണവും കിട്ടുന്ന ഒരു ആഴ്ചയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അപ്പോൾ മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളുടെ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാധീനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.